ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ ആർക്കിടെക്ചർ ആസ്പിറൻസിനെ സംബന്ധിച്ചിട്ടും എഞ്ചിനീയറിംഗ് ആസ്പിറൻസിനെ സംബന്ധിച്ചിട്ടും അതുപോലെ തന്നെ മെഡിക്കൽ ആസ്പിറൻസിനെ സംബന്ധിച്ചിട്ടും കേരളത്തിലേക്കുള്ള ഗവൺമെൻറ് കോളേജിലേക്കുള്ള അഡ്മിഷൻസിനായിട്ടുള്ള കീം അലോട്ട്മെൻറ്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. കീം അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നൊരു പ്രോസസ്സിൽ എഞ്ചിനീയറിംഗിന് ആണ് എക്സാം നടത്തുന്നത്, ആർക്കിടെക്ചറിന് സെപ്പറേറ്റ് എക്സാം നടത്തുന്നില്ല. എങ്കിൽ പോലും എല്ലാവരും കേരളത്തിലെ ഗവൺമെൻറ് കോളേജിന് ശ്രമിക്കുന്ന എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും കീം സെപ്പറേറ്റ് അപ്ലൈ ചെയ്യേണ്ടതാണ്. ആ ആപ്ലിക്കേഷൻ 27 മാർച്ചിന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആരും ധൃതി വെച്ച് ആദ്യത്തെ ദിവസം തന്നെ അപ്ലൈ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഏപ്രിൽ 17 വരെ നമുക്ക് സമയമുണ്ട്. അതിനു മുമ്പ് നമുക്ക് വേണ്ട എല്ലാ സർട്ടിഫിക്കറ്റുകളും കറക്റ്റായിട്ട് അതാത് ഓഫീസുകളിൽ നിന്ന് കണ്ടെത്തിയതിന് ശേഷം നമ്മളത് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഏതൊക്കെ സർട്ടിഫിക്കറ്റ് എങ്ങനെയൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് അത് നോക്കാവുന്നതാണ്. ഇപ്പോൾ ഒ ബി സിക്കാർക്കാണെങ്കിൽ ഒ ബി സി നോൺ ക്രീമിലിയർ സർട്ടിഫിക്കറ്റ് വേണം, EWS-കാർക്കാണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ് വേണം. അതിപ്പോൾ സെൻട്രൽ ഫോർമാറ്റിൽ ഓൾറെഡി ചിലർ അപ്ലൈ ചെയ്ത് മേടിച്ചിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് സ്റ്റേറ്റ് ഫോർമാറ്റിലാണ് വേണ്ടത്. അപ്പോൾ എല്ലാം അക്ഷയ കേന്ദ്രം വഴിയാണ് കേരളത്തിൽ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ പോലും അതിൻ്റെതായിട്ടുള്ള ചില പ്രത്യേകതകളുണ്ട്. അത്തരം പ്രത്യേകതകൾ എന്താണെന്നുള്ളത് ഞാൻ വരുന്നൊരു വീഡിയോയിൽ പറയാം. ഈ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് പറയുന്നത് ഈ ആപ്ലിക്കേഷൻ ഡേറ്റ്സിനെ സംബന്ധിച്ചിട്ടും ഓരോന്ന് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുമായ കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അതിലെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ഈ പറയുന്ന മാർച്ച് 27 തുടങ്ങുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സ് നമുക്ക് ഏകദേശം ഏപ്രിൽ 17 വരെയാണ് നമുക്കുള്ളത്. അപ്പോൾ ഏപ്രിൽ 17 തന്നെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. ലൈക്ക് നിങ്ങളുടെ സിഗ്നേച്ചർ, ഫോട്ടോ അതൊക്കെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് വെച്ചിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ പ്രൊഫൈലിൽ. അതിനുശേഷം ഫീസ് അടയ്ക്കണം. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നോൺ ക്രീമിലിയർ സർട്ടിഫിക്കറ്റ് ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഏപ്രിൽ 24 വരെ സമയമുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. ആർക്കിടെക്ചർ ശ്രമിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിട്ട് നാറ്റയാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള എക്സാം. നാറ്റയുടെ പുതിയ സിലബസും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോച്ചിങ്ങും എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. പുതിയ സിലബസുമായി റിലേറ്റ് ചെയ്ത് വരുന്നുള്ള സെപ്പറേറ്റ് ക്വസ്റ്റ്യൻസുകൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഡ്രോയിങ് ക്വസ്റ്റ്യൻസുകൾ എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത്, അതുകൂടാതെ ആപ്റ്റിറ്റ്യൂഡ് ഏതൊക്കെ സിലബസ് ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ചാനൽ നോക്കിയാൽ മതി. ഇതുപോലെ തന്നെ മെഡിക്കലുമായിട്ടൊന്നും ബന്ധപ്പെട്ടുള്ള കുട്ടികൾക്ക് മെഡിക്കലുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സാമാണ് മെയിനായിട്ട് എഴുതേണ്ടത്, നീറ്റാണ് എഴുതേണ്ടത്. അതുപോലെ എഞ്ചിനീയറിംഗിന് മാത്രമാണ് കീമിന് സ്പെഷ്യലായിട്ട് എൻട്രൻസ് നടത്തുന്നത്. ഇപ്പോൾ എഞ്ചിനീയറിംഗിൻ്റെ എക്സാം കഴിഞ്ഞാലും എഞ്ചിനീയറിംഗിൻ്റെ എക്സാമിന് കിട്ടിയ മാർക്കും അതുപോലെ തന്നെ നിങ്ങളുടെ +2% കൂടി നോക്കിയിട്ടാണ് ഫൈനൽ റാങ്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആർക്കിടെക്ചറിലാകുമ്പോൾ നാറ്റ സ്കോറും +1 +2% നോക്കിയിട്ടാണ് നിങ്ങളുടെ റാങ്ക് ചെയ്യുന്നത്. ഇതിനൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വെയിറ്റേജ് എങ്ങനെയാണ് വരുന്നത്, എഞ്ചിനീയറിംഗിൽ ഏത് വെയിറ്റേജിലാണ് മാർക്കുകൾ എടുക്കുന്നത്, ആർക്കിടെക്ചറിൽ എങ്ങനെയാണ് വെയിറ്റേജിലാണ് മാർക്ക് എടുക്കുന്നത്, ഇതുമായി ബന്ധപ്പെട്ടുള്ള നമുക്ക് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. ഈ ഒരു വീഡിയോയിൽ ഞാൻ ആപ്ലിക്കേഷൻ പ്രോസസ്സിനെ പറ്റി മാത്രമാണ് സ്ട്രെസ് ചെയ്ത് പറയുന്നത്. അപ്പോൾ ആർക്കിടെക്ചർ മാത്രം നോക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിട്ട് ആർക്കിടെക്ചർ എന്നുള്ള ടിക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ പല കുട്ടികൾ ആർക്കിടെക്ചർ ഇൻട്രസ്റ്റ് ഉണ്ടാവും, പക്ഷെ നാറ്റ മാത്രം എഴുതും, കീം അപ്ലൈ ചെയ്യാൻ മറന്നു പോകും. അപ്പോൾ അത്രയും കുട്ടികൾക്കെല്ലാം തന്നെ ഒരു നെഗറ്റീവായിട്ട് വരുന്നത് നമുക്ക് ഗവൺമെൻറ് മെറിറ്റ് സീറ്റിൽ പഠിക്കാനുള്ള ഒരു അവസരം നഷ്ടപ്പെടുകയാണ്. ഗവൺമെൻറ് മെറിറ്റ് സീറ്റ് എന്ന് പറയുമ്പോൾ അറിയാം, ഫീസിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ 10,000 to 15,000 ഫീസാണ് വരുന്നത് ഗവൺമെൻറ് മെറിറ്റ് സീറ്റ് ഗവൺമെൻറ് കോളേജിൽ പഠിക്കുമ്പോൾ. പ്രൈവറ്റ് കോളേജിൽ മാനേജ്മെൻറ്റ് സീറ്റിന് പോലും 1.5 ലക്ഷം രൂപയാണ് ഫീസ് വരുന്നത് പെർ ആനം. അപ്പോൾ ഒരു കൊല്ലത്തിൽ തന്നെ എത്ര ഫീസ് വ്യത്യാസം വരുന്നത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ചെറിയ ചെറിയ അബദ്ധങ്ങളൊന്നും പറ്റിയിട്ട് നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളൊന്നും മിസ്റ്റേക്ക് വരുത്താൻ ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ പ്രോസ്പെക്ടസ് വളരെ ക്ലിയർ ആയി വായിച്ച് വേണം ആപ്ലിക്കേഷന് ഇരിക്കാനായിട്ട്. നമ്മൾ പെട്ടെന്ന് ധൃതി വെച്ചൊരു ഹരിബറിയിൽ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളല്ല ഇതൊന്നും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.